ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കറി വെക്കാൻ പോകുന്നത് ചേമ്പാണ്. ആ ചേമ്പ് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചേമ്പ് ആദ്യം അതിൻ്റെ തോലൊക്കെ നല്ലോണം ചെത്തിപ്പറക്കി എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലോട്ടേക്ക് 2 ഉള്ളിയും കൂടെ അരിഞ്ഞിടുക. അത് നല്ല രീതിയിൽ 2-3 പ്രാവശ്യം കഴുകിപ്പറക്കി എടുക്കുക. അതിൻ്റെ മണ്ണൊക്കെ പോകുന്നോടം വരെ കഴുകുക. അതിനുശേഷം അതൊരു കുക്കറിലോട്ടേക്ക് മാറ്റുക. എന്നിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ വെക്കുക. അതിൻ്റെ ഉള്ളിലോട്ടേക്ക് 2-3 പച്ചമുളകും ഉപ്പും എല്ലാം കൂടെ കൂടി അരിഞ്ഞിട്ട് വെച്ചിട്ട് അടുപ്പിലോട്ടേക്ക് വെക്കുക. അതിനുശേഷം ചേമ്പ് കറി വെക്കാനുള്ളതിൻ്റെ കൂട്ട് തയ്യാറാക്കുക. കൂട്ടെന്ന് പറയുമ്പോൾ തേങ്ങ നല്ല രീതിയിൽ ചിരവിയെടുക്കുക. തേങ്ങയും വേണം. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ വെള്ളത്തിൽ ഞാനിവിടെ മുളക് എടുത്തേക്കുന്നത് വെള്ളക്കാന്താരി മുളകാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകാട്ടോ. ആ മുളക് കൂടി ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ആഡ് ചെയ്യുക. കാന്താരി അരച്ച് വെക്കുന്നതാണ് ചേമ്പിന് ഏറ്റവും നല്ലത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ മുളകും പിന്നെ 2-3 പഴുത്ത മുളകും കൂടെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പഴുത്ത മുളകും അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതും കൂടെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സിയിൽ നല്ല രീതിയിൽ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോഴത്തേനും പിന്നെ ഇത് ചേമ്പിൻ്റെ ഒരു ആവി കുക്കറി വെച്ചതിൻ്റെ ഒരാവി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇത് അതിൻ്റെ കുറച്ച് വെള്ളം കൂടെ കൂട്ടുക. അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴത്തേനും ചേമ്പ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലോണം വെന്തിട്ടുണ്ട് ചേമ്പ്. ഇത് ഒരു ഇത് കൂട്ടും കൊണ്ട് ഒരു കടകോലിൻ്റെ ഇത് കൊണ്ട് നല്ലോണം കുത്തി ഇളക്കുക. അപ്പോൾ അതിൻ്റെ കഷ്ണമൊക്കെ ഒന്ന് ഉടയുകയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ടിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് പകർത്തുക. അതിനുശേഷം അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ ചേമ്പ് വയ്ക്കുക. അതിനുശേഷം ഈ നമ്മൾ അരച്ച് വെച്ചേക്കണ കൂട്ടില്ലേ, ആ കൂട്ട് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ആഡ് ചെയ്യുക. എന്നിട്ടത് നല്ലോണം ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം അപ്പോൾ അത് നല്ലോണം എല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സായതിന് ശേഷം കറി നല്ലോണം ഇതായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതിന് വറവ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു പാനെടുത്ത് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് അതിലോട്ട് ചേർക്കുന്ന വറ്റൽമുളകും കരിവേപ്പിലയും വെളുത്തുള്ളിയുമാണ്. അത് എണ്ണ ഒഴിച്ചിട്ട്